ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ഹേ നാഥ നാരായണ വാസുദേവ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം. ശ്രീധരീയം ഭാഗവത പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാഗവത പഠനത്തിൽ ഇന്ന് ഭാഗവത പാഠം 241 ആണ് പഠിക്കുന്നത്. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 13-ാം അധ്യായത്തിലെ 16 മുതൽ 35 വരെ ഉള്ള 20 ശ്ലോകങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. ശ്രദ്ധയോടുകൂടി നമുക്ക് ഭാഗവതം വായിക്കുവാനും പദങ്ങൾ മുറിച്ചുകൊണ്ട് അർത്ഥം മനസ്സിലാക്കി ഭാഗവതത്തെ അറിയുവാനും ശ്രമിക്കാം. യുധിഷ്ഠിരോ ലബ്ധരാജ്യോ ദൃഷ്ട്വാ പൗത്രം കുലം ധരം ഭ്രാതൃഭിർലോകപാലാഭിർ മുമുദേ പരയാശ്രിയാ. ഏവം ഗൃഹേഷു സക്താനാം പ്രമത്താനാം തദീഹയാ അത്യക്രാമദവിജ്ഞാത കാലപരമദുസ്തര. വിദുരസ്തദഭിപ്രേത്യ ധൃതരാഷ്ട്രം അഭാഷത. രാജൻ നിർഗമ്യതാം ശീഘ്രം പശ്യേദം ഭയമാഗതം. പ്രതിക്രിയാനയസ്യേഹ കുതശ്ചിൽ കരിഹിജിത് പ്രഭോ. സയേവ ഭഗവാൻ കാല സർവേഷാം ന സമാഗമ. യേന ചൈവാഭിപന്നോയം പ്രാണൈ പ്രിയതമൈരപി ജനസദ്യോ വിയുജ്യേത കിമുദാന്യേർധനാദിഭി. പിതൃഭ്രാതൃസുഹൃത്പുത്ര ഹതാസ്തേ വിഗതം വയ. ആത്മാ ച ജരയാഗ്രസ്ത പരഗേഹമുപാസസേ. അഹോ മഹീയസീ ജന്തോഃ ജീവിതാശായയാ ഭവാൻ. ഭീമാപവർജിതം പിണ്ഡം ആദത്തേ ഗൃഹപാലവൽ. അഗ്നിർനിസൃഷ്ടോ ദത്തശ്ച ഗരോദാരാശ്ച ദൂഷിതാഃ. ഹൃദം ക്ഷേത്രം ധനം യേഷാം തദ്ദൈത്തൈരസുഭിക്കിയൽ. തസ്യാപി തവ ദേഹോയം കൃപണസ്യ ജിജീവിഷോഃ. പരൈത്യനിച്ഛതോ ജീർണോ ജരയാ വാസസീവ.
ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധന അവിജ്ഞാതഗതിർജഹ്യാൽ സവൈധീര ഉദാഹൃത യസ്വകൽപരദോ വേഹ ജാതനിർവേദ ആത്മവാൻ ഹൃദി കൃത്വാ ഹരിം ഗേഹാൽ പ്രവ്രജേൽ സനരോത്തമ അധോദീജിം ദിശം യാതു സ്വൈരജ്ഞാതഗതിർഭവൻ ഇതോർവാക്പ്രായശകാല പുംസാം ഗുണവികർഷണ ഏവം രാജാ വിദുരേണാനുജേന പ്രജ്ഞാചക്ഷുർബോധിത ആജമീഢ ചിത്വാ സ്വേഷു സ്നേഹപാശാൻ ദൃഢിമ്നോ നിശ്ചക്രാമ ഭ്രാതൃസന്ദർശിതാധ്വാ പതിം പ്രയാന്തം സുബലസ്യ പുത്രീ പതിവ്രതാ ചാനുജഗാമ സാധ്വീ ഹിമാലയം ന്യസ്തദണ്ഡം പ്രഹർഷം മനസ്വിനാമിവ സൽസംബ്രഹാര അജാതശത്രുകൃതമൈത്രോഹുദാഗ്നിർവിപ്രൻ നത്വാ തിലകോ ഭൂമിരുക്മൈഃ ഗൃഹം പ്രവിഷ്ടോ ഗുരുവന്ദനായ ന ചാപശ്യൽ പിതരോ സൗബലീം ച തത്ര സഞ്ജയമാസീനം പപ്രച്ഛോദ്വിഗ്നമാനസ ഗാവൽഗണേ ക്വ നസ്താദോ വൃദ്ധോ ഹീനശ്ച നേത്രയോഃ അംബാജഹത പുത്രാർത്ത പിതൃവ്യക്വഗതസുഹൃൽ അപി മയ്യകൃത പ്രജ്ഞേഹത ബന്ധുസ്സഭാര്യയാ ആശംസമാനശമലം ഗംഗായാം ദുഃഖിതോപതൽ പിതര്യുപരതേ പാണ്ഡൗ സർവന്ന സുഹൃദശിശൂൻ അരക്ഷതാം വ്യസനത പിതൃവ്യൗ ക്വഗദാവിത സൂത ഉവാച കൃപയാ സ്നേഹവൈക്ലവ്യാൽ സുതോ വിരഹകർഷിത ആത്മേശ്വരമജക്ഷാണോ ന പ്രത്യാഹാദിപീഡിത വിമൃജ്യാശ്രൂണി പാണിഭ്യം വിഷ്ടഭ്യാത്മാനമാത്മനാ വിമൃജ്യാശ്രൂണി പാണിഭ്യം വിഷ്ടഭ്യാത്മാനമാത്മനാ അജാതശത്രും പ്രത്യൂജേ പ്രഭോ പാദാവനുസ്മരൻ യുധിഷ്ഠിരോ ലബ്ധരാജ്യോ ദൃഷ്ട്വാ പൗത്രം കുലം ധരം ഭ്രാതൃഭിർലോകപാലാഭിർമുമുദേ പരയാശ്രിയാ ഏവം ഗൃഹേഷു സക്താനാം പ്രമത്താനാം തദീഹയാ അത്യക്രാമദവിജ്ഞാത കാലപരമദുസ്തര വിദുരസ്തദഭിപ്രേത്യ ധൃതരാഷ്ട്രം അഭാഷത രാജൻ നിർഗമ്യതാം ശീഘ്രം പശ്യേദം ഭയമാഗതം പ്രതിക്രിയാനയസ്യേഹ കുതശ്ചിൽ കരിഹിജിത് പ്രഭോ സയേവ ഭഗവാൻ കാല സർവേഷാം ന സമാഗമ യേന ചൈവാഭിപന്നോയം
പ്രാണൈ പ്രിയതമൈരപി ജനസദ്യോ വിയുജ്യേത കിമുദാന്യേർധനാദിഭി പിതൃഭ്രാതൃസുഹൃത്പുത്ര ഹതാസ്തേ വിഗതം വയ ആത്മാ ച ജരയാഗ്രസ്ത പരഗേഹമുപാസസേ അഹോ മഹീയസീ ജന്തോഃ ജീവിതാശായയാ ഭവൻ ഭീമാപവർജിതം പിണ്ഡം ആദത്തേ ഗൃഹപാലവൽ അഗ്നിർനിസൃഷ്ടോ ദത്തശ്ച ഗരോദാരാശ്ച ദൂഷിതാഃ ഹൃദം ക്ഷേത്രം ധനം യേഷാം തദ്ദൈത്തൈരസുഭിക്കിയൽ തസ്യാപി തവ ദേഹോയം കൃപണസ്യ ജിജീവിഷോഃ പരൈത്യനിച്ഛതോ ജീർണോ ജരയാ വാസസീവ ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധന അവിജ്ഞാതഗതിർജഹ്യാൽ സവൈധീര ഉദാഹൃത യസ്വകൽപരദോ വേഹ ജാതനിർവേദ ആത്മവാൻ ഹൃദി കൃത്വാ ഹരിം ഗേഹാൽ പ്രവ്രജേൽ സനരോത്തമ അധോദീജിം ദിശം യാതു സ്വൈരജ്ഞാതഗതിർഭവൻ ഇതോർവാക്പ്രായശകാല പുംസാം ഗുണവികർഷണ ഏവം രാജാ വിദുരേണാനുജേന പ്രജ്ഞാചക്ഷുർബോധിത ആജമീഢ ചിത്വാ സ്വേഷു സ്നേഹപാശാൻ ദൃഢിമ്നോ നിശ്ചക്രാമ ഭ്രാതൃസന്ദർശിതാധ്വാ പതിം പ്രയാന്തം സുബലസ്യ പുത്രീ പതിവ്രതാ ചാനുജഗാമ സാധ്വീ ഹിമാലയം ന്യസ്തദണ്ഡ പ്രഹർഷം മനസ്വിനാമിവ സൽസംബ്രഹാര അജാതശത്രുകൃതമൈത്രോ ഹുദാഗ്നിർവിപ്രൻ നത്വാ തിലകോ ഭൂമിരുക്മൈഃ ഗൃഹം പ്രവിഷ്ടോ ഗുരുവന്ദനായ ന ചാപശ്യൽ പിതരോ സൗബലീം ച തത്ര സഞ്ജയമാസീനം പപ്രച്ഛോദ്വിഗ്നമാനസ ഗാവൽഗണേ ക്വനസ്താദോ വൃദ്ധോ ഹീനശ്ച നേത്രയോഃ അംബാജഹതപുത്രാർത്ത പിതൃവ്യക്വഗതസുഹൃൽ അഭിമയ്യകൃതപ്രജ്ഞേഹതബന്ധുസ്സഭാര്യയാ ആശംസമാനശമലം ഗംഗായാം ദുഃഖിതോപതൽ പിതര്യുപരതേ പാണ്ഡൗ സർവന്ന സുഹൃദശിശൂൻ അരക്ഷതാം വ്യസനത പിതൃവ്യൗ ക്വഗദാവിത സൂത ഉവാച കൃപയാ സ്നേഹവൈക്ലവ്യാൽ സുതോ വിരഹകർഷിത ആത്മേശ്വരമജക്ഷാണോ ന പ്രത്യാഹാതിപീഡിത വിമൃജ്യാശ്രൂണി പാണിഭ്യാം വിഷ്ടഭ്യാത്മാനമാത്മനാ വിമൃജ്യാശ്രൂണി പാണിഭ്യാം വിഷ്ടഭ്യാത്മാനമാത്മനാ അജാതശത്രും പ്രത്യൂജേ
പ്രഭോ പാദാവനുസ്മരൻ. ശ്രീമദ് ഭാഗവത പഠനം പാഠം 241. 16 മുതൽ 35 വരെയുള്ള 20 ശ്ലോകങ്ങളുടെ പദങ്ങളും പദച്ഛേദവും ഭാവാർത്ഥവും നമുക്ക് പഠിക്കാം. ശ്ലോകം 16. യുധിഷ്ഠിരോ ലബ്ധരാജ്യോ ദൃഷ്ട്വാ പൗത്രം കുലം ധരം ഭ്രാതൃഭിഃ ലോകപാലാഭിർ മുമുദേ പരയാ ശ്രിയാ. ലബ്ധരാജ്യ, രാജ്യത്തെ പ്രാപിച്ച യുധിഷ്ഠിര ധർമ്മപുത്രർ ലോകപാലാഭൈഃ ലോകപാല സദൃശന്മാരായ ഭ്രാതൃഭി സഹോദരന്മാരോടുകൂടെ കുലം ധരം കുലത്തെ നിലനിർത്തുന്ന പൗത്രം പുത്രന്റെ പുത്രനെ ദൃഷ്ട്വാ കണ്ടിട്ട് പരയാ ഉത്കൃഷ്ടമായ ശ്രിയാ ശോഭയോടെ മുമുദേ ശോഭിച്ചു മുമുദേ മോദിച്ചു. ധർമ്മപുത്രർ രാജ്യത്തെ ലഭിച്ചിട്ട് ലോകപാലകന്മാരായ ഇന്ദ്രാദി 4 പേരോട് സദൃശന്മാരായ സഹോദരന്മാരോടുകൂടെ വംശത്തെ നിലനിർത്തുവാൻ യോഗ്യനായ പൗത്രനെ നോക്കി പരമ സന്തോഷത്തോടെ വിളങ്ങി. ശ്ലോകം 17. ഏവം ഗൃഹേഷു സക്താനാം പ്രമത്താനാം തദീഹയാ അത്യക്രാമദവിജ്ഞാത കാല പരമദുസ്തരാ. ഏവം ഇപ്രകാരം ഗൃഹേഷു ഗൃഹങ്ങളിൽ സക്താനാം അതിതാൽപര്യമുള്ളവരും തദീഹയ ആ വ്യാപാരത്താൽ പ്രമത്താനാം മതിച്ചവരുമായ അവരുടെ പരമദുസ്തര ഏറ്റവും ദുസ്തരമായ കാല ആയുഷ്കാലം അവിജ്ഞാത അറിയപ്പെടാതായിട്ട് അത്യക്രാമത് അതിക്രമിച്ചു. ഇങ്ങനെ പുത്രൻ പൗത്രൻ എന്നീ വിഷയങ്ങളിൽ ആസക്തന്മാരും അവരുടെ പരിപാലനാദി വ്യാപാരങ്ങളുടെ തിരക്ക് കൊണ്ട് മതിമറന്നവരുമായ ആളുകളുടെ ആയുഷ്കാലം അവർ അറിയാതെ തന്നെ കഴിഞ്ഞു പോകുന്നു. ബ്രഹ്മവാദി ദേവന്മാർക്കുകൂടെ കാലഗതിയെ തടുക്കുവാൻ കഴിയുകയില്ല. ശ്ലോകം 18. വിദുരസ്തദഭിപ്രേത്യ ധൃതരാഷ്ട്രമഭാഷത രാജനിർഗമ്യതാം ശീഘ്രം പശ്യേദം ഭയമാഗതം. വിദുരർ തത് അതിനെ അഭിപ്രേത്യ അറിഞ്ഞിട്ട് ധൃതരാഷ്ട്രരോട് അഭാഷത പറഞ്ഞു. രാജൻ, ഹേ രാജാവേ, ശീഘ്രം വേഗത്തിൽ നിർഗമ്യതാം നിർഗമിച്ചാലും ആഗതം സമീപത്തു വന്നിരിക്കുന്ന ഇതം ഭയം ഈ ഭയത്തെ പശ്യ കണ്ടാലും. ഈ കാലാതിക്രമണത്തെ സൂക്ഷിച്ചറിഞ്ഞിരിക്കുന്ന വിദുരർ ജ്യേഷ്ഠഭ്രാതാവായ ധൃതരാഷ്ട്രോട് പറഞ്ഞു, ഹേ രാജാവേ,
അങ്ങൊട്ടും താമസിക്കാതെ വെളിക്ക് പുറപ്പെടണം, പുറത്തേക്ക് പുറപ്പെടണം. ഇതാ ഭയം അടുത്തെത്തിക്കഴിഞ്ഞു, സൂക്ഷിച്ചു നോക്കുക. ശ്ലോകം 19. പ്രതിക്രിയാനയസ്യേഹ കുതശ്ചിൽ കരിഹിജിൽ പ്രഭോ സയേവ ഭഗവാൻ കാല സർവേഷാം നസമാഗത. പ്രഭോ, ഹേ പ്രഭുവായുള്ളവനെ, യസ്യ യാതൊന്നിന് ഇഹ ഈ ലോകത്തിൽ പ്രതിക്രിയ പ്രതികാരം പ്രതിവിധി കുതശ്ചിൽ ഏതു വിധത്തിലും കർഹിജിൽ ഏതു കാലത്തും ന ഇല്ലയോ സഹ ഭഗവാൻ കാലഹ ആ കാലരൂപനായ ഈശ്വരൻ സർവേഷാം സർവന്മാരായ നമ്മളുടെ അടുത്ത് സമാഗത വന്നു ചേർന്നു. അല്ലയോ പ്രഭോ, ഏതു വിധത്തിലും ഏതു കാലത്തിലും തടുക്കാൻ കഴിയാത്ത മഹിമയുള്ള ഈ കാലൻ നമ്മളെ എല്ലാവരുടെയും സമീപത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ശ്ലോകം 20. യേന ചൈവാഭിപന്നോയം പ്രാണൈഃ പ്രിയതമൈരപി ജനസദ്യോ വിയുജ്യേത കിമുദന്യൈർധനാധിഭിഃ. യേന യാതൊന്നിനാൽ അഭിപന്ന പ്രാപിക്കപ്പെട്ട അയം ജനഃ ഈ ജനം പ്രിയതമൈഃ ഏറ്റവും പ്രിയപ്പെട്ട പ്രാണൈഃ അപി പ്രാണങ്ങളാലും സദ്യഃ ഉടൻ വേഗത്തിൽ വിയുജ്യേത വിയുക്തനായി വരും അന്യൈഃ അന്യങ്ങളായ ധനാദിഭി ധനാദികളാൽ കിമുദ പിന്നെ പറയണമോ. പുറത്തേക്ക് പോകുമ്പോൾ ധനാദികളെ വിട്ടുപോകണമല്ലോ, അതു അസഹ്യമല്ലേ എന്നതിന് സമാധാനം. യാതൊരു കാലനാൽ ബാധിക്കപ്പെട്ട ഏതൊരു പ്രാണിയും അത്യന്തം പ്രേമാസ്പദങ്ങളായ പ്രാണങ്ങളെയും തൽക്ഷണം വിട്ടുപിരിയേണ്ടതായി വരുന്നു. പിന്നെ അന്യങ്ങളായ ധനാദികളെ പിരിയേണ്ടി വരുമെന്ന് പറയണമോ? അടുത്ത ശ്ലോകം 21. പിതൃഭ്രാതൃ സുഹൃത്പുത്ര ഹതാസ്തേ വിഗതം വയ ആത്മാജരയാഗ്രസ്ത പരഗേഹമുപാസസേ. തേ അങ്ങയുടെ പിതൃഭ്രാതൃ സുഹൃത്പുത്ര പിതാവ് സഹോദരൻ ഇഷ്ടപുത്രന്മാർ ഹതാഹ ഹനിക്കപ്പെട്ടവരായി വയഃ വിഗതം വയസ്സതിക്രമിച്ചു ആത്മാച്ച ശരീരവും ജരയാഗ്രസ്ത ജരയാൽ ഗ്രസിക്കപ്പെട്ടു പരഗേഹം അന്യഭവനത്തെ ഉപാസസേ ഉപാസിക്കുന്നു. പ്രപഞ്ച വൈരാഗ്യം ജനിപ്പിക്കുവാൻ വേണ്ടി വിതുരർ ധൃതരാഷ്ട്രരെ നിന്ദിക്കുന്നു. അങ്ങയുടെ അച്ഛൻ, സഹോദരൻ, സുഹൃത്തുക്കൾ, പുത്രന്മാർ ഇവരെല്ലാം യുദ്ധത്തിൽ ശത്രുക്കളാൽ കൊല്ലപ്പെട്ടു. വയസ്സും വേണ്ടുവോളമായി കഴിഞ്ഞു. ശരീരത്തിൽ ജര ബാധിച്ചു. ഇത്രയായിട്ടും അന്യന്റെ വീട്ടിനെ ആശ്രയിച്ചിരിക്കുന്നുവല്ലോ, കഷ്ടം. ധൃതരാഷ്ട്രന്റെ പിതൃസ്ഥാനം ഭീഷ്മർക്കുള്ളത് കൊണ്ടാണ് യുദ്ധത്തിൽ ശത്രുക്കൾ പിതാവിനെ ഹനിച്ചുവെന്ന് സാമാന്യമായിട്ട് പറഞ്ഞത് എന്നിവിടെ മനസ്സിലാക്കണം. അതായത് ഭീഷ്മര് കൊല്ലപ്പെട്ടു. ഭീഷ്മർക്ക്
ധൃതരാഷ്ട്രരുടെ പിതൃസ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് പിതാവ് എന്ന് ഇവിടെ പറഞ്ഞത്. ശ്ലോകം 22. അഹോ മഹീയസീ ജന്തോ ജീവിതാശായയാ ഭവാൻ ഭീമാപവർജിതം പിണ്ഡം ആദത്തേ ഗൃഹപാലവൽ. ജന്തോഹ പ്രാണികളുടെ ജീവിതാശ, ജീവിക്കുവാനുള്ള ആഗ്രഹം, മഹീയസി ഏറ്റവും ശക്തിയുള്ളത് തന്നെ. അഹോ ആശ്ചര്യം, യയാ യാതൊന്നുകൊണ്ട് ഭവാൻ അങ്ങ് ഭീമേന ഭീമനാൽ ആവർജിതം പിണ്ഡം നൽകപ്പെടുന്ന അന്നത്തെ ഗൃഹപാലവൽ ശ്വാവിന് തുല്യമായി ആദത്തെ സ്വീകരിക്കുന്നു. ആശ്ചര്യം, പ്രാണികൾക്ക് ജീവിച്ചിരിക്കുവാനുള്ള ആശ കുറച്ചൊന്നുമല്ല. ആ ആശ കൊണ്ടല്ലയോ മക്കളെ കൊന്ന ഭീമസേനൻ തരുന്ന ഭക്ഷണത്തെ ശ്വാവിന് സമം അങ്ങ് വാങ്ങിക്കഴിക്കുന്നത്, നായക്ക് തുല്യമായിട്ട് അങ്ങ് വാങ്ങിക്കഴിക്കുന്നത്. സ്വന്തം പുത്രന്മാരെ മുഴുവൻ കൊന്ന ചോരക്കറകൾ ഉണങ്ങിയിട്ടില്ലാത്ത ആ ഭീമസേനന്റെ കൈകൊണ്ട് തരുന്ന ചോറ് വാങ്ങിച്ച് കഴിക്കുമ്പോൾ മക്കൾക്കുള്ള പിണ്ഡം പോലെയാണ് കണക്കാക്കേണ്ടത്. കഷ്ടം തന്നെ എന്ന് പറയുന്നു. അടുത്ത ശ്ലോകം 23. അഗ്നിർനിസൃഷ്ടോ ദത്തശ്ച ഗരോദാരാശ്ച ദൂഷിതാഃ ഹൃദം ക്ഷേത്രം ധനം യേഷാം തദ്ദത്തൈരസുഭിക്കിയൽ. അഗ്നി നിസൃഷ്ട, തീവയ്ക്കപ്പെട്ടു, ഗരഛ ദത്ത, വിഷവും ദാനം ചെയ്യപ്പെട്ടു, യേഷാം യാതൊരുത്തരുടെ ദാരാദൂഷിതാഃ ഛ ഭാര്യ ദുഷിപ്പിക്കപ്പെടുകയും ചെയ്തു. ക്ഷേത്രം ധനം ഹൃദം, ഭൂമിയും ധനവും അപഹരിക്കപ്പെട്ടു. തദ്ദത്തൈഹി അവരാൽ നൽകപ്പെടുന്ന അസുഭിക്കിയൽ പ്രാണങ്ങൾ കൊണ്ടെന്തു ഫലം. അങ്ങ് ആർ വസിക്കുന്ന ഗൃഹത്തിൽ തീവച്ചുവോ, ആർക്ക് വിഷം കൊടുത്തുവോ, ആരുടെ ഭാര്യയെ വസ്ത്രാപഹരണം ചെയ്ത് ദുഷിപ്പിച്ചുവോ, ആരുടെ ധനധാന്യാദികളെ അപഹരിച്ച് ദുഃഖിപ്പിച്ചുവോ, അവർ തരുന്ന അന്നം ഭുജിച്ച് പ്രാണനെ രക്ഷിച്ചുകൊണ്ടുണ്ടാകുന്ന ഫലം എന്താണ്? ദ്വിഷതൊന്നം നശ്ചാനീയാദ്വിഷന്തം നൈവ ഭോജയേൽ ദ്വിഷദോഹിഹ വിർഭുക്തം നേഹനാമുത്ര തൽഭവേൽ എന്നുള്ള സ്മൃതിവചനം ശത്രുക്കളുടെ അന്നം ഭുജിക്കരുത്, അവരെ ഭുജിപ്പിക്കരുത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇഹത്തിലും പരത്തിലും ഗുണമില്ല എന്ന് ബോധിപ്പിക്കുന്നു. ശ്ലോകം 24. തസ്യാപി തവ ദേഹോയം ഗർഭണസ്യ ജിജീവിഷോഃ പരൈത്യനിച്ഛദോ ജീർണോ ജരയാ വാസസീവ. കൃപണസ്യ വിരക്തിയില്ലാത്തവനും ജിജീവിഷോഃ ജീവിപ്പാനിച്ഛിക്കുന്നവനുമായ തസ്യ തവ അപി ആ അങ്ങയുടെയും ജരയാ ജര കൊണ്ട് ജീർണാഹ ജീർണിച്ചിരിക്കുന്ന അയം ദേഹ ഈ ശരീരം അനിച്ഛത ഇച്ഛിക്കാതിരിക്കെ പരൈതി നശിക്കും വാസസി ഇവ വസ്ത്രങ്ങൾ എന്ന പോലെ. ഈ വിധം ദൈന്യത്തിൽ ജീവിക്കുകയും ഇനിയും ജീവിച്ചിരിപ്പാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ജര കൊണ്ട് ജീർണിച്ചിരിക്കുന്ന ഈ ശരീരം വസ്ത്രമെന്ന പോലെ നശിപ്പാൻ ഇതാ തയ്യാറായിരിക്കുന്നു. നശിക്കണമെന്ന് ആഗ്രഹിക്കാത്തത് കൊണ്ട് നാശമില്ല എന്ന് വിചാരിക്കേണ്ട. അടുത്ത ശ്ലോകം 25. ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധന
അവിജ്ഞാതഗതിർജഹ്യാൽ സവൈധീര ഉദാഹൃത. വിരക്ത വിഷയങ്ങളിൽ രാഗമില്ലാത്തവനും മുക്തബന്ധന മോചിക്കപ്പെട്ട ബന്ധനത്തോടുകൂടിയവനും അവിജ്ഞാതഗതി അറിയപ്പെടാത്ത സഞ്ചാരത്തോടുകൂടിയവനുമായിട്ട് ഗതസ്വാർത്ഥം സ്വപ്രയോജനശൂന്യമായ ഇമം ദേഹം ഈ ശരീരത്തെ ജഹ്യാൽ ഉപേക്ഷിക്കണം. സ വൈ അവൻ തന്നെ ധീരൻ എന്ന് ഉദാഹരിക്കപ്പെട്ടിരിക്കുന്നു. ധീരന്റെ ലക്ഷണം പറയുന്നു. യശസ്, ധർമ്മം മുതലായ പുരുഷാർത്ഥങ്ങളെ സാധിപ്പിക്കുവാൻ കഴിയാത്ത വിധം ജീർണിച്ചതായ ഈ ശരീരത്തിന്മേലുള്ള ആശയെയും ഞാനെന്നും എന്റേതെന്നും തോന്നുന്ന അഹംഭാവത്തെയും മമതയെയും ഉപേക്ഷിച്ച് ഏതു ദിക്കിൽ പോയിരിക്കുന്നു എന്ന വിവരം ബന്ധുജനങ്ങൾക്കുണ്ടാകാത്ത വിധം സഞ്ചരിച്ച് പ്രാരബ്ധത്തെ സഹിച്ചുകൊണ്ട് ഈ ദേഹത്തെ ആർ ഉപേക്ഷിക്കുന്നുവോ അവൻ തന്നെ ധീരൻ എന്ന് സജ്ജനങ്ങൾ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത ശ്ലോകം 26. യസ്വകൽപരതോ വേഹ ജാതനിർവേദ ആത്മവാൻ ഹൃദി കൃത്വാ ഹരിം ഗേഹാൽ പ്രവ്രജേൽ സ നരോത്തമ. സ്വകാൽ സ്വാഭിപ്രായത്താലോ പരത വാ അന്യോപദേശത്താലോ ഇഹ ഇതിൽ നിർവേദം ജനിച്ചവനും ആത്മവാൻ ആത്മാവിനെ അറിഞ്ഞവനുമായിട്ട് ഹൃദയത്തിൽ ഹരിയെ കൃത്വാ ചെയ്തിട്ട് ഗേഹത്തിൽ നിന്ന് യാതൊരുവൻ പ്രവ്രജേൽ ആത്യന്തികമായി ഗമിക്കുമോ സ അവൻ നരോത്തമഃ നരന്മാരിൽ ഉത്തമൻ. മനുഷ്യന്മാരിൽ വെച്ച് ഉത്തമന്റെ ലക്ഷണം പറയുന്നു. സ്വബുദ്ധി കൊണ്ട് ആലോചിച്ചറിഞ്ഞിട്ടോ ആപ്തനായ ഗുരുവിന്റെ ഉപദേശത്തെ അനുസരിച്ചോ ഈ ശരീരത്തെ കുറിച്ചുള്ള അഭിമാനം ഉപേക്ഷിച്ച് ആത്മസ്വരൂപത്തെ നന്നായി ധരിച്ച് ജനന മരണ ക്ലേശങ്ങളെ നശിപ്പിച്ച് പരമഗതിയെ ഭക്തന്മാർക്ക് നൽകുന്ന ശ്രീകൃഷ്ണമൂർത്തിയെ ഹൃദയത്തിൽ ഉറപ്പിച്ചു ഇനി മടങ്ങി വരികയില്ല എന്ന നിശ്ചയത്തോടെ വീടുവിട്ട് പുറത്തു പോകുന്നവൻ തന്നെ മനുഷ്യരിൽ വെച്ച് ഉത്തമൻ. ശ്ലോകം 27. അധോദീജിം ദിശം യാതു സ്വൈരജ്ഞാതഗതിർഭവാൻ ഇതോർവാക് പ്രായശകാല പുംസാം ഗുണവികർഷണ. അഥാ ഇനി ഭവാൻ അങ്ങ് സ്വൈഹി സ്വജനങ്ങളാൽ അജ്ഞാതഗതി അറിയപ്പെടാത്ത സഞ്ചാരത്തോടുകൂടിയവനായിട്ട് ഉദീജിം ദിശം വടക്കു ദിക്കിനെ യാതു പ്രാപിക്കണം. പ്രായശ പ്രായേണ ഇത അർവാക്ക് കാല ഇനിമേലുള്ള കാലം പുംസാം
പുമാന്മാരുടെ ഗുണവികർഷണ ഗുണങ്ങളെ നശിപ്പിക്കുന്നതാകുന്നു. ഇനിയെങ്കിലും ധീരനായി ഭവിക്കുക എന്നുപദേശിക്കുന്നു. ഇനിമേൽ അങ്ങ് ഇവിടെ ഇരിക്കരുത്, എങ്ങ് പോയിരിക്കുന്നുവെന്ന് സ്വജനങ്ങൾ ധരിക്കാത്ത വിധം അഥവാ മനസ്സിലാക്കാത്ത വിധം ഉടൻ ഈ സ്ഥലം വിട്ട് വടക്കോട്ട് സഞ്ചരിച്ചു കൊള്ളുക. ഇനിമേലുള്ള കാലം പ്രായേണ പുരുഷന്മാരുടെ ദയാ, ധൈര്യം മുതലായ ഉത്തമ ഗുണങ്ങളെ നശിപ്പിക്കുന്നതാകുന്നു. ശ്ലോകം 28. ഏവം രാജാ വിദുരേണാനുജേന പ്രജ്ഞാചക്ഷുർബോധിതോ ഹ്യാജമീഢ ചിത്വാ സ്വേഷു സ്നേഹപാശാൻ ദ്രഢിംനോ നിശ്ചക്രാമ ഭ്രാതൃസന്ദർശിതാത്മാ ഭ്രാതൃസന്ദർശിതാധ്വാ അനുജേന വിദുരേണ അനുജനായ വിദുരനാൽ ഏവം ഇപ്രകാരം ബോധിപ്പിക്കപ്പെട്ടവനും അജമീഢ അജമീഢന്റെ കുലത്തിൽ ജനിച്ചവനുമായ പ്രജ്ഞാചക്ഷു രാജാ അന്ധനായ രാജാവ് സ്വേഷു സ്വജനങ്ങളിൽ ദൃഢമായിരിക്കുന്ന സ്നേഹപാശാൻ സ്നേഹപാശങ്ങളെ ചിത്വാ ഛേദിച്ചിട്ട് ഭ്രാതൃസന്ദർശിതാധ്വാ ഭ്രാതാവിനാൽ സന്ദർശിക്കപ്പെട്ട മാർഗത്തോടുകൂടിയവനായിട്ട് നിശ്ചക്രാമ നിർഗമിച്ചു. അജമീഢ വംശത്തിൽ ജാതനും അന്ധനുമായ രാജാവ് അനുജനായ വിദുരനാൽ ഈ വിധം ബോധിപ്പിക്കപ്പെട്ടപ്പോൾ സ്വജനങ്ങളിൽ ബലമായി ഉറച്ചിരുന്ന സ്നേഹരൂപങ്ങളായ പാശങ്ങളെ മുറിച്ച് സഹോദരൻ കാട്ടിക്കൊടുത്തതായ ബന്ധമോക്ഷ മാർഗങ്ങളെ അറിഞ്ഞ് ഗൃഹത്തിൽ നിന്ന് പുറപ്പെട്ടു പോയി. ശ്ലോകം 29. പതിം പ്രയാന്തം സുബലസ്യ പുത്രീ പതിവ്രതാ ചാനുജഗാമസാധ്വി ഹിമാലയം ന്യസ്തദണ്ഡം പ്രഹർഷം മനസ്വിനാമിവ സൽസംപ്രഹാര. മനസ്വിനാം ധീരന്മാർക്ക് സൽസംപ്രഹാര ഇവ തീവ്രമായ യുദ്ധമെന്ന പോലെ ന്യസ്തദണ്ഡ പ്രഹർഷം ന്യസ്തമായ ദണ്ഡത്തോടുകൂടിയവർക്ക് സന്തോഷസ്ഥാനമായ ഹിമാലയം എന്ന പർവ്വതത്തെ പ്രയാണം ചെയ്യുന്ന പതിം ഭർത്താവിനെ സാധ്വീ സുശീലയും പതിവ്രതാച പതിവ്രതയുമായ സുബലസ്യ പുത്രീ സുബലന്റെ പുത്രീ അനുജഗാമ അനുഗമിച്ചു. ഭൂതദ്രോഹങ്ങളെ തീരെ വെടിഞ്ഞ് പരമശാന്തന്മാരായിരിക്കുന്ന യോഗികൾക്ക് സന്തോഷവാസസ്ഥാനമായിരിക്കുന്ന ഹിമാലയ പർവ്വതത്തിലേക്ക് ഭർത്താവിനോടുകൂടെ പതിവ്രതയും സുശീലയുമായ ഗാന്ധാരിയും പോയി. ശൈത്യബഹുലമായിരിക്കുന്ന ഹിമാലയം ചിലർക്ക് ദുഃഖപ്രദമാണെങ്കിലും യോഗികൾക്കും ഭക്തന്മാർക്കും സുഖപ്രദമായിരിക്കുന്നതുമാകുന്നു. ഇതരന്മാർ ഭയപ്പെട്ടോടുന്നതായ കഠിന യുദ്ധത്തിൽ ഏർപ്പെടുന്നത് ധീരന്മാർക്ക് സന്തോഷാവഹമായിരിക്കുന്നത് അനുഭവമാണല്ലോ. അതിനാൽ സുകുമാരാംഗിയായ ഗാന്ധാരി ദേവിക്ക് ഭർത്തൃസമേതം ഹിമാലയ ഗമനം സന്തോഷാവഹമായിരുന്നു എന്ന് സാരം. ശ്ലോകം 30.
അജാതശത്രുകൃതമൈത്രോഹുദഗ്നിർവിപ്രാന്നത്വാ തിലഗോ ഭൂമിരുഗ്മൈഃ ഗൃഹം പ്രവിഷ്ടോ ഗുരുവന്ദനായ ന ചാപശ്യൽ പിതരൗ സൗബലിം ച. അജാതശത്രു, ധർമ്മപുത്രർ, കൃതമൈത്ര മിത്രനെ വന്ദിച്ച്, ഹുദാഗ്നി അഗ്നിഹോത്രം കഴിച്ച്, തിലഗോഭൂമിരുഗ്മൈഃ എള്ള്, പശുഭൂമി, സ്വർണം ഇവ കൊണ്ട്, വിപ്രാൻ ബ്രാഹ്മണരെ, നത്വാ നമസ്കരിച്ചിട്ട്, ഗുരുവന്ദനായ ഗുരുവന്ദനത്തിനായിക്കൊണ്ട്, ഗൃഹം ഗൃഹത്തെ, പ്രവിഷ്ട പ്രവേശിച്ചു, പിതരോ പിതാക്കന്മാരെയും, സൗബലിയും ച ഗാന്ധാരിയെയും, അപശ്യൽ ച കണ്ടിട്ടില്ല, അവിടെ കണ്ടില്ല. ധർമ്മപുത്രർ പ്രാതകാലത്തിൽ സ്നാനം, സൂര്യനമസ്കാരം, അഗ്നിഹോത്രം എന്നീ നിത്യകർമ്മങ്ങളെ കഴിച്ച ശേഷം എള്ള്, പശു, ഭൂമി, സ്വർണം എന്നീ നിത്യദാനങ്ങൾ കൊണ്ട് ബ്രാഹ്മണരെ സന്തോഷിപ്പിച്ചു നമസ്കരിച്ചതിൽ പിന്നെ പിതാക്കന്മാരായ ധൃതരാഷ്ട്രയെയും വിതുരയെയും മാതാവായ ഗാന്ധാരിയെയും വന്ദിപ്പാനായി ഗൃഹത്തിൽ പ്രവേശിച്ചപ്പോൾ അവരെ അവിടെ കണ്ടില്ല. ശ്ലോകം 31. തത്ര സഞ്ജയമാസീനം പപ്രച്ഛോദ്വിഗ്നമാനസ ഗാവൽ ഗണേ ക്വനസ്താദോ വൃദ്ധോ ഹീനശ്ച നേത്രയോഃ. ഉദ്വിഗ്നമാനസ, ദുഃഖിച്ച മനസ്സോടുകൂടിയവനായിട്ട്, തത്ര അവിടെ, ആസീനം ഇരിക്കുന്ന, സഞ്ജയം സഞ്ജയനോട്, ഗാവൽ ഗണേ ഗവൽഗണപുത്ര നേത്രയോഹോ ഹീന, നേത്രഹീനനും വൃദ്ധനുമായ ഞങ്ങളുടെ താതാ പിതാവ് ക്വ എവിടെയെന്ന് പപ്രച്ഛ ചോദിച്ചു. ഇവിടെ പപ്രച്ഛ എന്ന് പറഞ്ഞാൽ അർത്ഥം ചോദിച്ചു എന്നാണ്. അവരെ കാണാതെ ദുഃഖിച്ച ധർമ്മപുത്രർ അവിടെ ഇരിക്കുന്ന സഞ്ജയനോട്, ഹേ ഗവൽഗണന്റെ പുത്ര, അന്ധനും വൃദ്ധനുമായ ഞങ്ങളുടെ പിതാവ് എവിടെ എന്ന് ചോദിച്ചു. ശ്ലോകം 32. അംബാജഹതപുത്രാർത്ത പിതൃവ്യക്വഗത സുഹൃൽ അഭിമയ്യകൃതപ്രജ്ഞേ ഹതബന്ധു സഭാര്യയാ ആശംസമാനശമലം ഗംഗായാം ദുഃഖിതോപതൽ. ഹതപുത്രാർത്ത, ഹരിക്കപ്പെട്ട പുത്രന്മാരെ ഓർത്തു ദുഃഖിക്കുന്ന, അംബാച അമ്മയും, സുഹൃപിതൃവ്യ ഇഷ്ടനായ വലിയച്ഛനും, ക്വഗത എവിടെ പോയി, ഹതബന്ധു ഹനിക്കപ്പെട്ട ബന്ധുക്കളോടുകൂടിയ, ഭാര്യയാ അദ്ദേഹം ഭാര്യയോടുകൂടെ, അകൃതപ്രജ്ഞേ മയി ബുദ്ധി സംസ്കാരം സിദ്ധിച്ചിട്ടില്ലാത്ത എന്നിൽ, ശമലം കളങ്കത്തെ ആശംസമാന വിചാരിക്കുന്നവനായിട്ട്, ദുഃഖിക്കുന്നവനായിട്ട്, ഗംഗായാം അപതൽ ഗംഗയിൽ വീണുവോ. പുത്രന്മാരുടെ മരണം നിമിത്തം ദുഃഖിതയായ അമ്മയും ഞങ്ങളിൽ സ്നേഹമുള്ള വലിയച്ഛനും എവിടെ പോയി? ബന്ധുക്കൾ ആരുമില്ലെന്ന വിചാരത്താൽ ഭാര്യാസഹിതനായിട്ട് മന്ദബുദ്ധിയായ എനിക്ക് അവരെ വേണ്ടവിധം രക്ഷിക്കാത്തത് കൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുവാൻ ഇടവന്നുവെന്നുള്ള ഒരു ദോഷത്തെയും ഉണ്ടാക്കുവാനായി ഗംഗയിൽ വീണു മരിച്ചിരിക്കുമോ എന്നിവിടെ ശങ്കിക്കുന്നു. ശ്ലോകം 33. പിതര്യുപരതേ പാണ്ഡോ സർവാന്ന സുഹൃദ ശിശൂൻ അരക്ഷതാം വ്യസനത പിതൃവ്യൗ ക്വഗദാവിത. പിതരി പാണ്ഡോ, പിതാവായ പാണ്ഡു ഉപരതേ മരിച്ചപ്പോൾ സുഹൃദ
പ്രിയപ്പെട്ട ശിശൂൻ ശിശുക്കളായ സർവന്മാരായ ഞങ്ങളെ വ്യസനത ദുഃഖങ്ങളിൽ നിന്ന് അരക്ഷതാം ആ രണ്ടുപേർ രക്ഷിച്ചു. പിതൃവ്യോ വലിയച്ഛനും വലിയമ്മയും ഇതാ ഇവിടെ നിന്ന് ക്വഗതൗ എവിടെ പോയി. ഞങ്ങളുടെ പിതാവായ പാണ്ഡുമഹാരാജാവ് മരിച്ച ശേഷം കുട്ടികളും പ്രേമഭാജനങ്ങളുമായ ഞങ്ങളെ എല്ലാവരെയും സങ്കടങ്ങളിൽ നിന്ന് രക്ഷിച്ചു വളർത്തിയ ആ പിതൃവ്യന്മാർ രണ്ടുപേരും ഇവിടം വിട്ട് എവിടേക്ക് പോയിരിക്കാം. സൂത ഉവാച 34-ാം ശ്ലോകം. കൃപയാ സ്നേഹവൈക്ലവ്യാൽ സൂതോ വിരഹകർഷിത ആത്മേശ്വരമജക്ഷാണോ ന പ്രത്യാഹാദിപീഡിത. കൃപയാ കരുണ കൊണ്ടും സ്നേഹവൈക്ലവ്യാൽ സ്നേഹപാരവശ്യം കൊണ്ടും വിരഹകർഷിത സൂത ദുഃഖപീഡിതനായ സഞ്ജയൻ ആത്മേശ്വരം തന്റെ സ്വാമിയെ അജക്ഷാണ കാണാത്തവനും അതിപീഡിത ഏറ്റവും ദുഃഖിതനുമായിട്ട് ന പ്രത്യാഹ മറുപടി പറഞ്ഞില്ല. സൂതൻ പറഞ്ഞു, ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും വേർപാട് നിമിത്തം വളരെ ക്ലേശിച്ചിരിക്കുന്ന സഞ്ജയൻ കാരുണ്യവും സ്നേഹവും നിമിത്തമുണ്ടായ പാരവശ്യത്താൽ തന്റെ സ്വാമിയെ കാണാത്തത് കൊണ്ടുള്ള അതിവ്യസന നിമിത്തം ഉത്തരമൊന്നും പറഞ്ഞില്ല. ശ്ലോകം 35. വിമൃജ്യാശ്രൂണി പാണിഭ്യാം വിഷ്ടഭ്യാത്മാനമാത്മനാ അജാതശത്രും പ്രത്യൂജേ പ്രഭോ പാദാവനുസ്മരൻ. പാണിഭ്യാം രണ്ടു കൈകൾ കൊണ്ട് അശ്രൂണി കണ്ണീരുകളെ വിമൃജ്യ തുടച്ചിട്ട് ആത്മനാ ബുദ്ധി കൊണ്ട് ആത്മാനം മനസ്സിനെ വിഷ്ടഭ്യ ഉറപ്പിച്ചിട്ട് പ്രഭോ പ്രഭുവിന്റെ പാദങ്ങളെ അനുസ്മരൻ ഓർക്കുന്നവനായിട്ട് അജാതശത്രും ധർമ്മപുത്രരോട് പ്രത്യൂച്ചേ മറുപടി പറഞ്ഞു. കണ്ണുകളിൽ നിറഞ്ഞൊഴുകുന്ന ജലങ്ങളെ രണ്ടു കൈകൾ കൊണ്ടും തുടച്ച് ധൈര്യത്തെ അവലംബിച്ച് പ്രഭുവായ ധൃതരാഷ്ട്രരുടെ പാദങ്ങളെ ഉള്ളിൽ ഓർത്തും കൊണ്ട് ധർമ്മപുത്രരോട് മറുപടി പറഞ്ഞു. ഈ 20 ശ്ലോകങ്ങളുടെ പദങ്ങളും അർത്ഥങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി പഠിക്കുക. അടുത്ത പാഠത്തിൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഹരിയോ നമസ്കാരം.